ഞാൻ ഇന്ന് ഒരു സെയിൽസ് ട്രെയിനിങ് സ്റ്റോറി ആയിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. ഈ സ്റ്റോറി ബേസിക്കലി ആപ്ലിക്കബിൾ ആവുന്നത് സെയിൽസ് ഡൊമൈനിൽ വർക്ക് ചെയ്യുന്നവർ, അല്ലെങ്കിൽ ബിസിനസ് ഡെവലപ്മെൻറ്റിൽ വർക്ക് ചെയ്യുന്നവർ, അല്ലെങ്കിൽ ബിസിനസ് റൺ ചെയ്യുന്നവർ, സെയിൽസിലൊക്കെ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നവർ, ഇവരെ ഉദ്ദേശിച്ചാണ്, ഇവർക്ക് ഹെൽപ്ഫുൾ ആവുന്ന ഒരു സ്റ്റോറിയാണിത്. ഈ സ്റ്റോറിയുടെ ബേസ് എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു പയ്യൻ ഏകദേശം 18-19 വയസ്സുള്ള ഒരു പയ്യൻ സെയിൽസിൽ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് അവൻ ഒരു ബിസിനസ്സിൽ ഉള്ള ഒരാളെ കണ്ടുമുട്ടുന്നു. അയാൾ ഇവനൊരു 3 സീക്രട്സ് കൊടുക്കുന്നു, 3 കവറിലായി കൊടുക്കുന്നു. എന്നിട്ട് പറയുന്നു ഓരോ കവർ ഓരോന്നായിട്ട് ഓപ്പൺ ചെയ്ത് അത് ലൈഫിൽ കറക്റ്റായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യണം. അതിനുശേഷം അടുത്ത് ഓപ്പൺ ചെയ്യണം, ഇംപ്ലിമെൻറ്റ് ചെയ്യണം, അടുത്ത് ഓപ്പൺ ചെയ്യണം, ഇംപ്ലിമെൻറ്റ് ചെയ്യണം. ഇത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ്റെ ലൈഫ് തന്നെ ചേഞ്ച് ആവും അവനോട് പറയുന്നു. അയാൾ പറഞ്ഞ പോലെ തന്നെ ഈ ഓരോ കവറായിട്ട് ഓപ്പൺ ചെയ്ത ഓരോ സീക്രട്സ് വായിച്ച് മനസ്സിലാക്കി അത് ചെയ്യുന്നു. അവൻ്റെ ലൈഫിൽ നല്ലൊരു സക്സസ്ഫുള്ളായ ഒരു സെയിൽസ്മാനായി. ആ ഒരു കഥയാണ് ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. കഥ എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? ഡൽഹിയിൽ ഒരു ലെതർ ജാക്കറ്റൊക്കെ ഉണ്ടാക്കുന്ന ഒരു കമ്പനി, അവിടുത്തെ സ്റ്റോർ മാനേജ്മെൻറ്റും കസ്റ്റമേഴ്സിന് ഡെലിവറിക്ക് പോകുമ്പോൾ, അതായത് അവരുടെ ഡിസ്ട്രിബ്യൂട്ടേഴ്സിൻ്റെ അടുത്ത് ഡെലിവറിക്ക് പോകുമ്പോൾ അതെല്ലാം പാക്ക് ചെയ്യലും അതിൻ്റെ എല്ലാം കാര്യങ്ങളെല്ലാം ഇൻവോയ്സും കാര്യങ്ങളൊക്കെ റെഡിയാക്കലും അങ്ങനെയൊക്കെ ആയിട്ടുള്ള ഒരു ജോലി ചെയ്യുന്ന ഒരു പയ്യൻ. അവന് ജസ്റ്റ് 19-20 വയസ്സായിട്ടുള്ളൂ. അവനവിടെ ജോലി അത്യാവശ്യം നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യും. പക്ഷേ അവന് കിട്ടുന്ന ശമ്പളം വളരെ കുറവാണ്. അവന് താമസിക്കാൻ പോലും അല്ലെങ്കിൽ ഭക്ഷണത്തിന് പോലുള്ള ശമ്പളം അവന് കിട്ടിക്കൊണ്ടിരുന്നില്ല അവിടുന്ന്. പക്ഷെ അവൻ അവിടെ കാണുന്നുണ്ടായിരുന്നു, അവരുടെ കമ്പനിയിൽ തന്നെ സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്ന പല ആളുകളും നല്ല രീതിയിൽ സെയിൽസ് കമ്മീഷൻസ് ഓരോ കസ്റ്റമർ ഓർഡേഴ്സ് എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് കിട്ടുന്നുണ്ടെന്ന് മനസ്സിലാവണവന്. അവന് ആ കമ്പനി നല്ല രീതിയിൽ സെയിൽസർക്ക് പേ ചെയ്യുന്നുണ്ടെന്നും അപ്പോൾ ആ ഒരു സെയിൽസ് ഡൊമൈനിലേക്ക് അവന് മാറണം, സെയിൽസിൽ സക്സസ് ആവണം എന്ന് അവനൊരു ആഗ്രഹം വന്നു. അങ്ങനെ അവൻ്റെ മാനേജറിനോട് സംസാരിച്ചു. മാനേജർ പറഞ്ഞു, നീ എന്താ ഒരു പണി ചെയ്തോളൂ, ഇനി സെയിൽസിൽ വർക്ക് ചെയ്തോളൂ. നീ ബിസിനസ് കൊണ്ടുവരുവാണെങ്കിൽ, നീ പുതിയ ബിസിനസ് ഡെവലപ്പ് ചെയ്യുവാണെങ്കിൽ അതിൻ്റെ കമ്മീഷൻ നിനക്ക് ആയിട്ട് അസൈൻ ചെയ്യാം. നീ ഇപ്പോൾ സ്റ്റോർ മാനേജ്മെൻറ്റ് വർക്ക് അതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്താൽ മതി. കൂടെ നീ ഡെലിവറി ചെയ്യാൻ പോകുമ്പോൾ നീ അവിടുത്തെ പർച്ചേസ് ആൾക്കാരെ കണ്ടും അവിടുത്തെ ബിസിനസ് ഓണേഴ്സിനെ കണ്ടും നീ സംസാരിച്ച് പുതിയ ബിസിനസ് കൊണ്ടുവരുവാണെങ്കിൽ നിനക്ക് അതിന് സെയിൽസിൻ്റെ കമ്മീഷൻ നിനക്ക് തരാം എന്ന് പറയുന്നു. അപ്പോൾ അവനും ഹാപ്പിയായി. അതിനുശേഷം ഓരോ കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് ഡെലിവറിക്ക് പോകുമ്പോഴും അവനിങ്ങനെ സംസാരിക്കാൻ അവൻ്റെ പ്രോഡക്റ്റിൻ്റെ ഫീച്ചേഴ്സൊക്കെ പിച്ച് ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ എല്ലാ ഇടത്തുനിന്നും നല്ല രീതിയിലുള്ള റിജക്ഷൻ. അതായത് നീ ഇപ്പോൾ ഡെലിവറി ചെയ്യാൻ വന്നല്ല, ഡെലിവറി ചെയ്തിട്ട് പൊക്കോ, വേറെ പുതിയ ഓർഡറൊന്നും ഞങ്ങൾ നോക്കുന്നില്ല, അല്ലെങ്കിൽ ഞങ്ങൾക്ക് പുതിയ റിക്വയർമെൻ്റ് ഒന്നുമില്ല, ഉണ്ടെങ്കിൽ ഞങ്ങൾ വിളിച്ചോളാം അല്ലെങ്കിൽ പറഞ്ഞോളാം, അങ്ങനെ പറഞ്ഞ് എന്നും ഒരു റിജക്ഷൻ. അങ്ങനെ 2-3 മാസം കടന്നുപോയി. ഇവനപ്പോൾ തന്നെ തോന്നലായി തുടങ്ങി അവനെ കൊണ്ട് ഒരു നല്ല രീതിയിലൊരു സെയിൽസ് ഉണ്ടാക്കി ബിസിനസ് ഉണ്ടാക്കി കമ്മീഷൻ മേടിക്കാൻ പറ്റില്ല എന്നൊരു മാനസികാവസ്ഥയിലേക്ക് അവനായി. അവനപ്പോൾ ഇങ്ങനെ എന്നും ഇതിൻ്റെ വിഷമങ്ങളാവും കൂടുതൽ പറഞ്ഞുകൊണ്ടിരുന്നത്. അവൻ്റെ ഈ ഡെലിവറി വാൻ്റെ അവൻ്റെ കൂടെ ഡ്രൈവർ ഉണ്ടായിരുന്നു. പുള്ളിയോടാണ് പറഞ്ഞുകൊണ്ടിരുന്നത്, ഓരോ കസ്റ്റമറിനെ കാണുമ്പോഴും അവൻ്റെ പുതിയ സെയിൽസ് പിച്ചും പുതിയ പ്രോഡക്റ്റിനെ കുറിച്ചൊക്കെ ഇങ്ങനെ പിച്ച് ചെയ്യാൻ നോക്കും. അവിടെ റിജക്ഷൻ കിട്ടും. അപ്പോൾ ആ വിഷമം അവൻ ഡ്രൈവറിനോട് പറയും. എന്നും ഈ ഡ്രൈവറിനോട് ഈ വിഷമം പറയുമ്പോൾ ഡ്രൈവർ അവനോട് തിരിച്ച് പറയണേ, അത് ഈ സെയിൽസ് എന്ന് പറഞ്ഞ ജോലി ചെയ്യണമെങ്കിൽ അതിന് പ്രത്യേക സ്കില്ല് വേണം. അങ്ങനെ സെയിൽസ് ടാലൻ്റായിട്ട് ജനിച്ചവർക്ക് മാത്രമാണ് ശരിക്കും നല്ല രീതിയിൽ സെയിൽസിൽ സക്സസ് ആകാൻ പറ്റുള്ളൂ. നീയും ഞാനൊന്നും അതിന് പറ്റിയൊരു പ്രോഡക്റ്റ് അല്ല, അതിന് പറ്റിയൊരു സ്കിൽസ് നമുക്കില്ല. നീ വെറുതെ നിൻ്റെ സമയം അതിന് കളയണ്ട. നമുക്ക് ഡെലിവറിക്ക് പോയി കഴിഞ്ഞാൽ ഡെലിവറി നടത്തിയിട്ട് തിരിച്ച് വന്നാൽ മതി. എങ്ങനെയാണ് നമുക്ക് നമ്മുടെ ശമ്പളം കിട്ടും. വെറുതെ അവിടെയുള്ള കസ്റ്റമറുമായിട്ട് നമ്മൾ പിണങ്ങാനും നിൽക്കണ്ട. നീ അങ്ങനെ ഒരു അഡീഷണൽ ആയിട്ടുള്ള റിസ്ക് എടുക്കണേ എന്ന് പറഞ്ഞ് അദ്ദേഹം അവനോട് പറയുന്നു. അങ്ങനെ കാലങ്ങൾ കഴിഞ്ഞു പോയി. 5-6 മാസം കഴിഞ്ഞു. ഇവന് നല്ലൊരു കസ്റ്റമറിനെ പോലും പിടിക്കാൻ കഴിഞ്ഞില്ല. പുതിയൊരു ബിസിനസ് അവന് പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഉള്ള ബിസിനസ്സൊക്കെ അതുപോലെ നടന്നു പോകുന്നുണ്ട്. അവനാകെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു ദിവസം ഒരു ദൂരത്തുള്ള ഒരു ഗ്രാമത്തിൽ നിന്ന് തിരിച്ച് ഇവൻ്റെ ഫാക്ടറിയുടെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഒരു ഹൈവേയിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അത്യാവശ്യം നല്ല മഴയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. ആ സമയത്ത് നോക്കിയപ്പോൾ അതിൽ ലോങ് ഹൈവേ ആണ്. അതിൻ്റെ ഇടയ്ക്ക് ഒരാൾ വണ്ടി ബ്രേക്ക് ഡൗൺ ആയിട്ട് ഇങ്ങനെ കൈ കാണിക്കുന്നതാരും കണ്ടു. അപ്പോൾ ഇവർ വണ്ടി പയ്യെ നിർത്തി. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, വണ്ടി ബ്രേക്ക് ഡൗൺ ആണ്, എനിക്ക് സിറ്റി വരെ പോകണം, എന്നെ സിറ്റിയിൽ ഒന്ന് ഡ്രോപ്പ് ചെയ്യാൻ പറ്റുമെന്ന് അദ്ദേഹം ചോദിച്ചു. അപ്പോൾ പറഞ്ഞു കയറിക്കോളാൻ പറഞ്ഞു. കയറി. അദ്ദേഹമാണ് നല്ല രീതിയിൽ തണുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവർ ജാക്കറ്റാണ് ഡെലിവറി ചെയ്യാൻ പോയത്. തിരിച്ചു വന്നപ്പോൾ അവരുടെ ക്യാബിൻ്റെ ഉള്ളിൽ ഒരു റിജക്ഷൻ വന്ന ഒരു ജാക്കറ്റ് അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇവനത് പയ്യെ എടുത്ത് അദ്ദേഹത്തിന് കൊടുത്ത്, നിങ്ങളിത് യൂസ് ചെയ്തോ, നിങ്ങൾക്ക് തണുക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിനെ സഹായിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്കൊരു നല്ല മനസ്സുണ്ട്, സഹായിക്കാൻ തോന്നിയേ എന്ന് പറഞ്ഞു. അപ്പോൾ അത് പറഞ്ഞു, ഞാൻ ഇതെങ്ങനെ പേ ചെയ്തിട്ടെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, എന്തായാലും ഇത് റിജക്ഷൻ സംഭവിച്ചതാണ്, ഇതെന്തായാലും ഞങ്ങൾക്ക് ബില്ല് ചെയ്യാൻ പറ്റത്തില്ല, എന്തായാലും ഒന്നുകിൽ ഡിസ്കാർഡ് ചെയ്യാനോ അല്ലെങ്കിൽ കമ്പനിയുടെ ഗോഡൗണിൽ വെക്കാനേ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ എല്ലാവർക്കും കൊടുക്കാനേ പറ്റത്തുള്ളൂ, നിങ്ങൾ എടുത്തോ, കുഴപ്പമില്ല എന്നവൻ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങളുടെ നല്ല മനസ്സിന് ഞാൻ എന്ത് സഹായം ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു, പ്രത്യേകിച്ച് സഹായമൊന്നും വേണ്ട. അപ്പോൾ ഇവൻ അങ്ങനെ പരിചയപ്പോൾ ഇവന് മനസ്സിലായി അദ്ദേഹം വലിയൊരു ബിസിനസ്സുകാരനാണ്, ഒരു ഡയമണ്ട് മർച്ചൻ്റാണ് അദ്ദേഹം.
അദ്ദേഹത്തിൻ്റെ കരിയർ ഇങ്ങനെ ലോ ലെവലിൽ സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ സെയിൽസിലൂടെ വളർന്നു വന്ന് ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് ബിസിനസ് ടൈക്കൂണായി മാറിയതാണ്. ഇവനും അദ്ദേഹത്തിൻ്റെ അവൻ പറഞ്ഞപ്പോൾ അവന് മനസ്സിലായി. അപ്പോൾ അവൻ ചോദിച്ചു, എന്നെ ഒന്ന് സെയിൽസ് പഠിപ്പിക്കാമോ, എനിക്ക് സെയിൽസിൽ വർക്ക് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്, കാരണം സെയിൽസിൽ അത്യാവശ്യം നല്ല കമ്മീഷൻ കിട്ടും, നല്ല ഒരുപാട് പൈസ കിട്ടുമെന്ന് അറിയാം, അതുകൊണ്ടാണ് എന്നെ ഒന്ന് സഹായിക്കാമോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, സെയിൽസ് ഞാൻ നിന്നെ പഠിപ്പിക്കാം, പക്ഷേ ഞാൻ നിനക്കൊരു 3 സീക്രട്ട് പറഞ്ഞുതരാം സെയിൽസിൽ സക്സസ് ആവാനുള്ളത്. പക്ഷേ നീ അത് പൂർണ്ണമായിട്ട് ഞാൻ പറയുന്നത് ഫോളോ ചെയ്യണം. ഓരോ സീക്രട്ടും നീ ഫോളോ ചെയ്ത് നിൻ്റെ ലൈഫിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ട് അതിനുശേഷം മാത്രമേ നീ 2ാമത്തെ സീക്രട്ട് നീ ഓപ്പൺ ചെയ്യാൻ പാടുള്ളൂ. അങ്ങനെ നീ ഈ 3 സീക്രട്ട് നീ ഫോളോ ചെയ്യുവാണെങ്കിൽ നിൻ്റെ ലൈഫിൽ സെയിൽസ് ലൈഫിൽ നിനക്ക് നല്ലൊരു ഗ്രോത്ത് ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞു, അങ്ങനെയാണ് എനിക്ക് ആ 3 സീക്രട്ട് പറയാൻ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, ഞാൻ ഓരോ കവറിലേക്ക് തരാമെന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ ബാഗിൽ നിന്ന് ഓരോ കവർ എടുത്ത കവറിൻ്റെ അകത്ത് ഓരോ സീക്രട്ടായിട്ട് എഴുതാൻ തുടങ്ങി. എന്നിട്ട് ഇവൻ്റെ ആ 3 കവർ ഏൽപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, 1ാമത്തെ കവർ നീ നാളെ രാവിലെ ഓപ്പൺ ചെയ്ത് നോക്കണം, അതിൻ്റെ കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കി ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ട് 1 മാസം കഴിഞ്ഞ് കറക്റ്റായിട്ട് നിൻ്റെ ലൈഫിൽ അത് ഇംപ്ലിമെൻറ്റ് ചെയ്തു എന്നതിന് ഉറപ്പിച്ചതിന് ശേഷം മാത്രമേ നീ 2ാമത്തെ കവർ ഓപ്പൺ ചെയ്യാൻ പാടുള്ളൂ. അതുപോലെ തന്നെ അതും ഇംപ്ലിമെൻറ്റ് ചെയ്തു എന്ന് ഉറപ്പിച്ചതിന് ശേഷം മാത്രമേ നിൻ്റെ 3ാമത്തെ കവർ ഓപ്പൺ ചെയ്യാൻ പാടുള്ളൂ. അങ്ങനെ ഇത് ഫോളോ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ സമ്മതിച്ചു. പിറ്റേ ദിവസം അവൻ ഈ കവർ എടുത്ത് നോക്കി. ആദ്യത്തെ കവറിൻ്റെ അകത്ത് എഴുതിയിരുന്ന മെസ്സേജ് എങ്ങനെയായിരുന്നു? സെൽഫ് ഡിസിപ്ലിൻ എന്ന് എഴുതിയിരുന്നത്. അതായത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ സെൽഫ് ഡിസിപ്ലിൻ ആവണം. അപ്പോൾ അവൻ ചിന്തിച്ചു, അവൻ ഇത്രയും നാളും എല്ലാം ഹാർഡ് വർക്ക് ചെയ്യുമെങ്കിലും ഒന്നിനൊരു ഓർഡർ ഉണ്ടായിരുന്നില്ല. അവൻ ഡെലിവറിക്ക് പോകുമ്പോൾ എപ്പോഴെങ്കിലൊക്കെ ഡെലിവറി ചെയ്യും, അത് തിരിച്ചു വരും, ഇടയ്ക്ക് അവർ ഫോളോ ചെയ്യും, ചിലപ്പോൾ വല്ലപ്പോഴും ഫോളോ ചെയ്യും, അല്ലെങ്കിൽ അവൻ്റെ ലൈഫിൽ റൊട്ടീൻസ് ആണെങ്കിലും അവൻ രാവിലെ എഴുന്നേക്കും, ചിലപ്പോൾ കറക്റ്റായിട്ട് ഓഫീസിലേക്ക് ചിലപ്പോൾ ലേറ്റായിട്ട് പോകും. അങ്ങനെ ഒരു ഡിസിപ്ലിൻ ഇല്ലാത്ത ഒരു ലൈഫായിട്ടായിരുന്നു അവൻ്റെ പോയിക്കൊണ്ടിരുന്നത്. അവൻ്റെ ലൈഫിനെ കൃത്യമായി ഡിസിപ്ലിനാക്കി, എന്നും രാവിലെ എഴുന്നേക്കുന്ന സമയം കൃത്യസമയത്താക്കി, ഓഫീസിൽ ചെല്ലുന്ന സമയം ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതും ഓരോ ഡോക്യുമെൻറ്റ്സും കൃത്യമായ ഓർഡറിൽ ബണ്ടിലാക്കിയാണ് കസ്റ്റമേഴ്സിന് കൊടുക്കാൻ തുടങ്ങിയത്. ഡെലിവറി ആയിട്ട് കൃത്യമായിട്ട് പേരൊക്കെ ഒട്ടിച്ച് സ്ലിപ്പ് ചെയ്ത് കറക്റ്റായിട്ട് അവനൊരു ഫോർമലായിട്ട് എല്ലാം ഭയങ്കര സ്ട്രക്ചേർഡായിട്ട് അവൻ ചെയ്യാൻ തുടങ്ങി ഓരോ കാര്യങ്ങളായിട്ട്. അങ്ങനെ 1 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും അവൻ്റെ വർക്കിൽ തന്നെ ആ ഒരു ഡിസിപ്ലിൻ കംപ്ലീറ്റ് ആയിട്ട് റിഫ്ലക്റ്റ് ചെയ്യാൻ തുടങ്ങി. അവൻ ഓരോ കസ്റ്റമേഴ്സിന് ഓരോ കാര്യം കൊണ്ട് ഡെലിവറി ചെയ്യുമ്പോൾ അവരും ഭയങ്കരമായിട്ട് ഹാപ്പി ആവാൻ തുടങ്ങി. കാരണം ഇത്രയും സ്ട്രക്ചേർഡായിട്ട് ഫോർമലായിട്ട് അല്ലെങ്കിൽ ഒരു പ്രൊഫഷണലായിട്ട് ഡെലിവറി ചെയ്യുമ്പോൾ അവനങ്ങനെ ഇവനെ ശ്രദ്ധിക്കാൻ തുടങ്ങി. അപ്പോൾ അവന് ആ ഒരു ഡിഫറൻസ് ഫീൽ ചെയ്യാൻ തുടങ്ങി. കസ്റ്റമേഴ്സ് ഇവനെ ട്രീറ്റ് ചെയ്യുന്ന രീതിയിൽ മാറാൻ തുടങ്ങി. അല്ലെങ്കിൽ ഡെലിവറിക്ക് പോകുമ്പോൾ അവിടുത്തെ സ്റ്റോർ മാനേജേഴ്സ് ഇവനെ ട്രീറ്റ് ചെയ്യുന്ന ഇവനെ കാണുന്നതാണ്. കാരണം ഇവൻ്റെ നിന്ന് വരുന്ന ഗുഡ്സൊക്കെ അവരുടെ സ്റ്റോറിൽ കീപ്പ് ചെയ്യാനും അവൻ്റെ റെക്കോർഡ്സ് കീപ്പ് ചെയ്യാനും എല്ലാം ഭയങ്കര ഈസിയാണ്. കാരണം അവരെല്ലാം കൃത്യമായിട്ട് ഡോക്യുമെൻറ്റ് ചെയ്ത് എല്ലാം കൃത്യമായിട്ടാണ് ഇപ്പോൾ കൊണ്ടുവന്ന് വരുന്നത്. അപ്പോൾ അവർക്ക് ആ ഒരു പോസിറ്റീവ് റെസ്പോൺസിനോട് തോന്നി തുടങ്ങി. പിന്നെ അവൻ 1 മാസം കഴിഞ്ഞപ്പോൾ 2ാമത്തെ കവർ പൊട്ടിക്കാമെന്ന് വിചാരിച്ചു. അവനങ്ങനെ 2ാമത്തെ കവർ പൊട്ടിച്ച് കഴിഞ്ഞപ്പോൾ അതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത് റെസ്പെക്റ്റ്, ലവ്, സപ്പോർട്ട്. അങ്ങനെ 3 സീക്രട്സായിരുന്നു എഴുതി വെച്ചിരുന്നത്. അതായത് നമ്മുടെ ഓരോ കസ്റ്റമേഴ്സിനെയും നമ്മൾ കറക്റ്റായിട്ട് റെസ്പെക്റ്റ് ചെയ്യണം. അത് ആരും ആയിക്കോട്ടെ, നമ്മുടെ കസ്റ്റമേഴ്സ് ആയിക്കോട്ടെ, നമ്മുടെ ചുറ്റുമുള്ളവരായിട്ട് എല്ലാവരും കൃത്യമായിട്ട് റെസ്പെക്റ്റ് ചെയ്യുക, അവരെ സപ്പോർട്ട് ചെയ്യുക. അവരോട് നമ്മുടെ സെയിൽസ് പിച്ച് പറഞ്ഞ് നമ്മൾ പ്രോഡക്റ്റ് പുഷ് ചെയ്യണതിൻ്റെ പകരം അവരുടെ റിക്വയർമെൻറ്റ് എന്താണെന്ന് അവരോട് കൃത്യമായിട്ട് ചോദിച്ച് മനസ്സിലാക്കുക, അവരുടെ പെയിൻ പോയിന്റ്സ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കുക, അവരുടെ ബിസിനസ് ഡെവലപ്പ് ചെയ്യാനായിട്ട് നമുക്ക് എങ്ങനെ അവരെ നമ്മുടെ പ്രോഡക്റ്റ് കൊണ്ട് സപ്പോർട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കുക. അങ്ങനെ നമ്മൾ അവർക്കൊരു നല്ലൊരു കൺസൾട്ടൻ്റായിട്ട് അല്ലെങ്കിൽ നല്ലൊരു സർവീസ് കൊടുക്കുന്ന ആളായിട്ട്, നമ്മൾ നല്ല സപ്പോർട്ട് കൊടുക്കുന്ന ആളായിട്ട് മാറുക. അപ്പോൾ അവൻ പിന്നെ ഓരോ കസ്റ്റമറിനെ കാണുമ്പോൾ അവൻ ആദ്യം ഇത് മനസ്സിലോർക്കും. കസ്റ്റമറിനെ കറക്റ്റായിട്ട് റെസ്പെക്റ്റ് ചെയ്യാൻ തുടങ്ങി. കസ്റ്റമറിന് അവരുടെ ഫാമിലിയെക്കുറിച്ച് ചോദിക്കാനും അവരുടെ കാര്യങ്ങൾ അറിയാനും അവർക്ക് കൃത്യമായ പ്രോഡക്റ്റ്, അവരുടെ ഇപ്പോഴത്തെ ബിസിനസ് എങ്ങനെയൊക്കെയാണ് പോകുന്നതെന്നും അവരുടെ ബിസിനസ് ഇമ്പ്രൂവ് ആവാനായിട്ട് നമ്മുടെ പ്രോഡക്റ്റ് എങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നു, അല്ലെങ്കിൽ എങ്ങനെ അവർക്ക് ബിസിനസ് വളരാൻ വേണ്ടി നമുക്കറിയാവുന്ന കസ്റ്റമേഴ്സ്, വേറെ ക്ലയൻസുമായിട്ടുള്ള കോൺടാക്ട്സ്, അങ്ങനെ എല്ലാ കസ്റ്റമേഴ്സിനെയും അവൻ സെർവ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ സെർവ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ ഓട്ടോമാറ്റിക്കലി അവർ ഇവൻ്റെ പേരൊക്കെ ഓർത്ത് വയ്ക്കാൻ തുടങ്ങി. ഇവനെ എന്തെങ്കിലും ആവശ്യം വരും ആദ്യം ഇവനെ വിളിക്കാൻ തുടങ്ങി. പുതിയൊരു റിക്വയർമെൻറ്റ്സ് വരുമ്പോൾ ഇവനെ പയ്യെ വിളിക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു പയ്യെ ഇവനൊരു ചെറിയൊരു രീതിയിൽ ആൾക്കാരുടെ ഇടയിൽ അറിയപ്പെടുന്ന ഒരാൾ, അല്ലെങ്കിൽ ഇവർക്ക് ഏതൊരു കസ്റ്റമറിനും ആദ്യം കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നൊരു ഇതായിട്ട് മാറി. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇവൻ ഒരു കസ്റ്റമറല്ല, ഇവന് ഏകദേശം ഒരു 10 ബണ്ടിലിൻ്റെ, അതായത് 100 ജാക്കറ്റ്സിൻ്റെ 10 ബണ്ടിൽ, 1000 ജാക്കറ്റ്സിൻ്റെ ഇവനെ വിളിച്ച് ഇവനെ കൊണ്ട് ഓർഡർ ചെയ്തോടെ. അപ്പോൾ അവൻ്റെ കമ്പനിയിൽ അവനത് കൊണ്ട് ആ ഓർഡറായിട്ട് സബ്മിറ്റ് ചെയ്തു. അതിൻ്റെ കമ്മീഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ്റെ 1 മാസത്തെ ശമ്പളത്തിൻ്റെ 10 ഇരട്ടിയോളമായിരുന്നു ആ ഒരൊറ്റ സെയിൽസിൽ അവന് കമ്മീഷനായിട്ട് കമ്പനിയിൽ നിന്ന് കിട്ടിയതുണ്ട്. അങ്ങനെ അവൻ ആ കമ്പനി തന്നെ ഒരു സ്റ്റോർ കീപ്പിംഗ് ഡെലിവറി ഹാൻഡ്ലിംഗ് എന്നുള്ള ആ ഒരു പൊസിഷൻ മാറി. ഓട്ടോമാറ്റിക്കലി അവൻ ആ കമ്പനിയിലെ ഒരു സെയിൽസുകാരൻ എന്ന രീതിയിൽ അറിയാൻ തുടങ്ങി. സെയിൽസ് പ്ലസ് ഡെലിവറി ഹാൻഡ്ലിംഗ് ചെയ്യുന്ന ഒരാളായിട്ട് അറിയാൻ തുടങ്ങി. ബാക്കിയെല്ലാ സെയിൽസുകാരെക്കാളും ഇവൻ അവിടുത്തെ സെയിൽസ് അവൻ്റെ ശമ്പളം അപ്പോൾ മാനേജ്മെൻറ്റ് ഓട്ടോമാറ്റിക്കലി അവന് കൂട്ടിക്കൊടുത്തു.
അങ്ങനെ രണ്ടാമത്തെ മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് അവൻ്റെ ശമ്പളം കൂടി, അവൻ്റെ ജോബ് റെസ്പോൺസിബിലിറ്റി മാറി, അവൻ അവിടുത്തെ ഒരു സെയിൽസുകാരനായി പയ്യെ സ്ലോലി ഗ്രോ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് മൂന്നാമത്തെ കവർ അവൻ പൊട്ടിച്ച് നോക്കിയപ്പോൾ അതിൻ്റെ അകത്ത് എഴുതിയിരിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെർസിസ്റ്റൻറ്റ് എന്നായിരുന്നു. അതായത് ഒരു കസ്റ്റമർ ആവണമെങ്കിൽ ചിലപ്പോൾ ഒരു 8-10 തവണ നമ്മൾ അവരോട് അപ്രോച്ച് ചെയ്തിരിക്കണം. ചിലപ്പോൾ അന്നേരമായിരിക്കും അത് സക്സസ് ആവുള്ളൂ. ആ ഒരു സക്സസ് ആവണവരെ, ആ ഒരു കസ്റ്റമർ ആവണവരെ അവരെ ഫോളോ ചെയ്യുക, അവർക്ക് വേണ്ട സപ്പോർട്ട് കൊടുക്കുക, അവരെ ഹെൽപ്പ് ചെയ്യുക. ഈവൻ നമുക്കൊരു കസ്റ്റമർ ആയിരിക്കില്ല എന്ന് 100% തോന്നിയാൽ പോലും നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യേണ്ടിരുന്നു കഴിഞ്ഞാൽ ഇന്നലെ നാളെ മറ്റൊരു ദിവസം അവരുടെ ഒരു പ്രൊജക്റ്റ് വന്ന് ചിലപ്പോൾ നമുക്ക് നമ്മുടെ പ്രോഡക്റ്റിൻ്റെ റിക്വയർമെൻറ്റ് അവർക്ക് വന്നിരിക്കാം. അന്നേരം ആദ്യം നമ്മൾ ആരാണോ അവർക്ക് സപ്പോർട്ട് കൊടുത്തിട്ടിരുന്നത് അവരാദ്യം ഓർക്കുന്നത്. അന്നേരം ബിസിനസ് കിട്ടും. അപ്പോഴാണ് ഇവൻ ഓർക്കുന്നത്, പണ്ട് പല കമ്പനികളിലും ഡെലിവറിക്ക് പോകുമ്പോൾ ഇവനെ ഒട്ടും റെസ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ ഇവനെ ഒട്ടും മൈൻഡ് പോലും ചെയ്ത പല ആൾക്കാരുണ്ട്. പിന്നെ ഒരിക്കൽ പോലും അവർ കോൺടാക്ട് ചെയ്തവർ. അവൻ സ്ലോലി അവരെയൊക്കെ വിളിച്ച് പയ്യെ കോൺടാക്ട് ചെയ്യാൻ തുടങ്ങി, അവർക്ക് വേണ്ട സപ്പോർട്ടുകൾ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ അവരുമായിട്ട് പയ്യെ സ്ലോലി ഒരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്ത് വന്നു. ഓവർ ദ ടൈം അങ്ങനെയുള്ള ആ ചെറിയ കമ്പനികൾ പോലും ഇവൻ്റെ കസ്റ്റമറായി ബിൽഡ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഇവൻ്റെ കസ്റ്റമർ ബേസ് എക്സ്പോണൻഷ്യലായിട്ട് ഇങ്ങനെ കൂടാൻ തുടങ്ങി. അവന് കിട്ടുന്ന സെയിൽസ് കമ്മീഷൻ അവൻ്റെ സാലറിയെക്കാളും 4-5 ടൈംസ് ഒക്കെ എക്സ്ട്രാ കിട്ടാൻ തുടങ്ങി, പുതിയ റിവൈസ് ചെയ്ത സാലറിയെക്കാളും. അങ്ങനെ അവൻ ആ ഒരു കമ്പനിയിലെ ഏറ്റവും സെയിൽസ് ബിൽഡ് ചെയ്യുന്ന ഒരു സെയിൽസ് എക്സിക്യൂട്ടീവായിട്ട് അവനവിടെ മാറി. ഓവർ ദ ടൈം അവൻ ആ കമ്പനിയുടെ സെയിൽസ് ഹെഡായി. അങ്ങനെ അവൻ്റെ ലൈഫ് അങ്ങനെ സ്ലോലി ഗ്രോ ചെയ്തു പോയി. അപ്പോൾ ഈ സ്റ്റോറിയുടെ ബേസ് ഇതാണ്. നമ്മുടെ ലൈഫിൽ സെയിൽസ് ആണ് നിങ്ങളുടെ കരിയറെങ്കിൽ അതിന് നിങ്ങൾ ഫോളോ ചെയ്യേണ്ട 3 കാര്യങ്ങൾ. ഒന്ന്, നിങ്ങൾ സെൽഫ് ഡിസിപ്ലിൻ ആയിരിക്കും. നിങ്ങൾക്ക് കൊടുക്കുന്ന കസ്റ്റമറിനുള്ള സപ്പോർട്ട് ആയിക്കോട്ടെ, നിങ്ങളുടെ വർക്ക് നേച്ചർ ആയിക്കോട്ടെ, കാര്യങ്ങളെല്ലാം സെൽഫ് ഡിസിപ്ലിൻ ആയിരിക്കണം. 2, കസ്റ്റമറിനെ നമ്മൾ സപ്പോർട്ടാണ് ചെയ്യേണ്ടത്. അല്ലാതെ നമ്മൾ പ്രോഡക്റ്റ് ഡയറക്റ്റ്ലി പിച്ച് ചെയ്ത് നമ്മൾ കൂടുതൽ ബിസിനസ് ഉണ്ടാക്കാൻ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ സക്സസ് ആയെന്ന് വരത്തില്ല. പക്ഷേ നമ്മൾ കസ്റ്റമറിനെ എന്തോരം സപ്പോർട്ട് കൊടുക്കുന്നോ നമുക്ക് അത്രയും നമ്മുടെ ബിസിനസ് ഈസി ആക്കാനായിട്ട് നമുക്ക് സാധിക്കും. മൂന്നാമത്തെ നിങ്ങൾ എപ്പോഴും മനസ്സിൽ കീപ്പ് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെർസിസ്റ്റൻ്റ്. നമ്മൾ ഒരിക്കൽ റിജക്ട് ചെയ്തെന്ന് പറഞ്ഞ് നമ്മൾ അങ്ങോട്ട് പോകാതിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും അതൊരു കസ്റ്റമർ ആക്കാൻ സാധിക്കത്തില്ല. നമ്മൾ 1, 2, 10 തവണ റിജക്ട് ചെയ്തോട്ടെ, നമ്മൾ സ്ഥിരമായിട്ട് അവരെ എങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നു, അവരൊരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുന്നു, അവരോട് എങ്ങനെ കോൺടാക്ട് ചെയ്യുന്നു, അതനുസരിച്ചിരിക്കും നമ്മുടെ ഫ്യൂച്ചറിൽ ഉണ്ടാകുന്ന നമ്മുടെ ബിസിനസ് റവന്യൂ. ഓക്കെ, സെയിൽസിൽ വർക്ക് ചെയ്യുന്നവർക്ക് നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഇതുപോലത്തെ മോട്ടിവേഷൻ സ്റ്റോറീസ് കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ പല സ്റ്റോറീസ് നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഓക്കെ, ബൈ, സി യു. എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിക്കുന്നു.